തെരഞ്ഞെടുപ്പുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികകൾ പുറത്തിറക്കാറുണ്ട്. എന്നാൽ വോട്ടു തേടി എത്തുന്നവർക്ക് മുന്നിൽ മറ്റൊരു പ്രകടന പത്രിക സമർപ്പിക്കുകയാണ് കൊച്ചി കോർപ്പറേഷനിലെ ഒരു കൂട്ടം വോട്ടർമാർ. ആവശ്യങ്ങൾ ബാനറിൽ രേഖപ്പെടുത്തി പ്രദർശിപ്പിക്കുക മാത്രമല്ല, സ്ഥാനാർത്ഥികളെ വിളിച്ചു വരുത്തി അറിയിക്കുകയും ചെയ്തു. വെറുതെ സ്ഥാനാർത്ഥികൾ പറഞ്ഞുപോയാൽ പോരാ, മുദ്രപത്രത്തിൽ എഴുതി ഉറപ്പ് ഒപ്പിട്ട് നൽകണമെന്നാണ് അവരുടെ ആവശ്യം. കൊച്ചി നഗരസഭയിലെ 32ാം ഡിവിഷനിൽ ചന്ദ്രത്തിൽ റോഡിന് തുടക്കത്തിലാണ് ജനങ്ങളുടെ പ്രകടന പത്രികാ ബാനർ. സ്ഥാനാർത്ഥികൾ നടപ്പിലാക്കി തരേണ്ട ആവശ്യങ്ങൾ അക്കമിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വാടത്തോടിന് വശത്ത് ബാരിക്കേഡുകൾ നിർമ്മിക്കുക, തോടിന് സമീപമുള്ള കനാൽ മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ വിരിക്കുക, തെരുവു നായ്ക്കളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക, അങ്ങനെ 12 ആവശ്യങ്ങൾ. ബാനർ വെക്കുന്നതിന് മുൻപ് 3 സ്ഥാനാർത്ഥികളെയും വിളിച്ചു വരുത്തി. എത്തിയ 2 പേരോട് ആവശ്യങ്ങൾ നേരിട്ടുന്നയിച്ചു. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ നമുക്ക് പല വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോകും, പിന്നെ തിരിഞ്ഞടക്കാറില്ല. അപ്പം ഞങ്ങളുടെ അസോസിയേഷൻ ഒരു കൂട്ടായിട്ട് ഒരു തീരുമാനം എടുത്തു. ഞങ്ങളുടെ കൂട്ടായി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കി തരുന്ന സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മൊത്തം എല്ലാ അസോസിയേഷനും എല്ലാ അംഗങ്ങളും കൂടെ ചേർന്നെടുത്ത തീരുമാനമാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊരു ബാനർ വെച്ചതും ഞങ്ങളുടെ മീറ്റിംഗിൽ ഇവരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. 120 കുടുംബങ്ങളാണ് ഡിവിഷനിലുള്ളത്. അധികൃതരോട് പലതവണ പറഞ്ഞു മടുത്ത കാര്യങ്ങളാണ് എല്ലാം. ഒരു നടപടിയും ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പാണ്, ഈ അവസരം പാഴാക്കാൻ പാടില്ല. വോട്ട് അഭ്യർത്ഥിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന വാക്കു പാലിക്കുമോ എന്നുള്ളതും കാത്തിരുന്നു കാണണം. വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഈ റോഡിൽ വളരെ നാളുകളായിട്ട് നടക്കേണ്ടിയിരുന്ന പല ആവശ്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒരു വാടത്തോട് എന്ന് പറഞ്ഞ തോടുണ്ട്. അവിടെ ആ തോട് വളരെ ഉപദ്രവം ചെയ്യുന്നതാണ്. ആ തോടിന്റെ മുകളിൽ ഒരു സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ നടക്കാൻ ഒരു 2 വീലറും 3 വീലറും കൊണ്ടുപോകാൻ സാധിക്കും. ലോക്കൽ അസോസിയേഷന്റെ കാര്യത്തിൽ ഈ പാർട്ടി അല്ല വലുത്, പാർട്ടിയേക്കാൾ വലുത് ഇവിടെ പ്രവർത്തിക്കാൻ ശേഷിയും കഴിവും മനസ്സും ഉള്ള, അതേപോലെ തന്നെ അഴിമതി ഇല്ലാത്ത ഒരു കൗൺസിലറെ ഞങ്ങൾക്ക് ആവശ്യം. ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഒന്നല്ല, നിരവധിയാണ്. ഇവിടേക്ക് എത്തുന്ന ഓരോ സ്ഥാനാർത്ഥിയും നേരിടാൻ പോകുന്നത് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. ക്യാമറമാൻ അതീഷിനൊപ്പം കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.